ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം പഠിപ്പിക്കട്ടെ. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെയുള്ള പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു ബോൾ ഉണ്ട്, ഒരു അടിപൊളി ബോളാണ്. ഈ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുമെന്ന് വിചാരിക്കണേ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം എനിക്ക് u എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പോവാണ്. ഐ ജസ്റ്റ് അപ്ലൈഡ് എ ഫോഴ്സ് ഓൺ ദാറ്റ് ബോൾ. വാട്ട് ഹാപ്പൻ? ദ ബോൾ വിൽ മൂവ്സ് അല്ലേ? ബോൾ എന്ത് ചെയ്യും? ഒറ്റ പോക്ക് പോവും. ആ ബോൾ പോയ പോക്കാണ് ഈ കാണുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യം ഉണ്ടായത് സ്ഥാനം കാണിക്കാൻ വേണ്ടി ആ ബോൾ അവിടെ ഉണ്ടെന്ന് ചുമ്മാ ആ പഴയ പൊസിഷൻ എവിടെയാണെന്ന് പറയാൻ വേണ്ടി മാത്രം വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബോൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? അപ്പോൾ അതിന്റെ വെലോസിറ്റി മാറുകയും ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് മാറി? വെലോസിറ്റി v ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ദ ബോൾ ഈസ് മൂവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എസ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? സ്ഥാനാന്തരം എസ് ആണ്. എപ്പോഴാണ് മൂവ് ചെയ്തത്? ഇവിടെ നിന്നും ഉള്ള ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കുന്നത് വെൻ ഐ അപ്ലൈഡ് എ ഫോഴ്സ്. അപ്പൊ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഐ ഡൺ എ വർക്ക്. ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു എന്ന്. ശരിയല്ലേ? എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജക്റ്റ് അല്ലെ? ഞാനൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. എപ്പോ പറയണം? whenever a force is experienced in an object and it will move. അതെന്തായിട്ടുണ്ടായിരിക്കണം? അത് ഉറപ്പായിട്ടും സ്ഥാനമാറ്റം ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ ആ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇവിടെ എന്തുണ്ട്? വർക്ക് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? വർക്കിന്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു F ഇൻറ്റു S എന്നാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ശരിയല്ലേ? നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്. ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താടാ? ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെക്കാം. F ഈസ് ഈക്വൽ ടു MA. നമ്മൾ പഠിച്ചാണല്ലോ MA. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണേ. ആ എഫിന് പകരം ഞാനവിടെ MA എന്ന് കൊടുക്കാം. അപ്പം എനിക്ക് എന്ത് കിട്ടും? MA ഇൻറ്റു S എന്നാണ് കിട്ടുക. ഇനി ഞാൻ വേറൊരു സംഭവയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണ്? സോ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഇവിടെ സമയമില്ലാട്ടോ നമ്മുടെ കയ്യിൽ. സമയം ഉണ്ടായിരുന്നെങ്കിൽ എ കാണുന്ന ഇക്വേഷൻ ഏതാ? എ ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി ആണ്. പക്ഷെ ഇവിടെ ടി ഇല്ലാത്തതുകൊണ്ട് പകരം ആരാ ഉള്ളത്? പകരം എസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് എ കാണാൻ നമുക്കൊരു മറ്റു ഇക്വേഷൻ എടുക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഇത് കേട്ടിട്ടുണ്ടോ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? ഇവിടെ ഞാൻ യു സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണേ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ യു സ്ക്വയർ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് പ്ലസ് യു സ്ക്വയർ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് യു സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം അത് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as ആണ്. എനിക്ക് ആരാ കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് എനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2വിനെയും എസിനെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവരെല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കുന്ന ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇങ്ങോട്ട് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പം എനിക്ക് എഴുതാൻ സാധിക്കും v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s ആണെന്ത് എ എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് എന്റെ വാല്യൂ കിട്ടി. എത്ര എന്റെ വാല്യൂ? v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ ആ വാല്യൂ ഇവിടെ കൊടുക്കാൻ പോവാണേ. ക്ലിയർ ആണല്ലോ? ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടുക നോക്കിയോ? എനിക്ക് കിട്ടും m ഇൻറ്റു എന്താ കിട്ടുക? എന്റെ സ്ഥാനത്ത് എന്താ എഴുതണം? v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s. പിന്നെ ആരുടെ ഉണ്ട്? എസ് കൂടി ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ ഒരു ഡിവിഷൻ ആയിട്ട് എസും മൾട്ടിപ്ലിക്കേഷൻ എസ് ഉണ്ടെങ്കിൽ എന്തായി പോവും? ഉറപ്പായിട്ടും ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? ബാക്കിയുള്ളത് m ഇൻറ്റു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2. നമുക്ക് ഹോൾ ഡിവൈഡ് 2 എന്ന് എഴുതാം. ഇങ്ങനെ അല്ലേ? ഇങ്ങനെ എഴുതിക്കോട്ടെ. m ഇൻറ്റു v സ്ക്വയർ ബൈ 2 ഉണ്ട്. ശരിയല്ലേ? ഈ m എല്ലാവർക്കും കോമൺ ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ സാധിക്കും ഇങ്ങനെ m ഇൻറ്റു v സ്ക്വയർ മൈനസ് m ഇൻറ്റു യു സ്ക്വയർ ബൈ 2 എന്ന് എഴുതിക്കൂടെ? എന്താ എഴുതിയത്? ഈ m രണ്ട് പേർക്കും ബാധകമായതുകൊണ്ട് m ഇൻറ്റു വി സ്ക്വയർ മൈനസ് m ഇൻറ്റു യു സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഒരു രീതിയിലൂടെ മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? ഈ ഹാഫ് കോമൺ ആണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് എഴുതുന്നത്, എവിടെയാണ് എഴുതുന്നത് നോക്കി വെക്കണേ. ഞാൻ എഴുതുന്നു. ഇത് ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഈ ഹാഫ് രണ്ട് പേർക്കുള്ളതല്ലേ?
അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ. എന്താ കിട്ടിയത്? ഹാഫ് ഇൻറ്റു എം യു വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ. ഇത് എവിടുന്നാണ് വന്നത്? വർക്കുന്നല്ലേ. ഇതെല്ലാം ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇങ്ങനെയല്ലേ പോയിട്ടുള്ളത്. സോ നമുക്കിവിടെ എഴുതാൻ സാധിക്കും, വളരെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. എന്താ എഴുതാൻ സാധിക്കുക? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം യു സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതെന്താ സാധനം? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയാൻ എന്താണ്? അത് കൈനറ്റിക് എനർജിയാണ്. ഇതും എന്തുതന്നെയാണ്? കൈനറ്റിക് എനർജി തന്നെയാണ്. കാരണം ഇത് യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം, വി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം അല്ലേ, ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. അന്ത്യപ്രവേഗത്തെ ഇത് ഗതികോർജം അല്ലേ, ഫൈനൽ കൈനറ്റിക് എനർജി അന്ത്യഗതികോർജവും ആദ്യത്തെ ഗതികോർജവും ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള വ്യത്യാസം കണ്ട നമ്മൾ. അപ്പം നമുക്ക് പറയാൻ പറ്റൂലേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. ഗതികോർജത്തിലെ വ്യത്യാസമാണെന്ത്? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ സാധനം പല കുട്ടികൾക്കും അറിയില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇവിടെ ഏത് എനർജിയാണ്? ഗതികോർജം അല്ലേ, കൈനറ്റിക് എനർജിയാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ഗതികോർജത്തിലെ വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം. വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ. എന്താണ് ഈ സംഭവം? ഇങ്ങനെ പറയാൻ സാധിക്കും, ഗതികോർജത്തിലുണ്ടായ മാറ്റം പ്രവൃത്തിക്ക് തുല്യമാണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് കോൾഡ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. നമുക്ക് വ്യക്തമായി എഴുതാൻ സാധിക്കും വർക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഇതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഇതിലെ ഒരു പ്രോബ്ലം എക്സാമിന് ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അതോടൊന്ന് പഠിക്കാം. നോക്കിക്കോ, ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദ വർക്ക് ഡൺ ടു സ്റ്റോപ്പ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 1000 കിലോഗ്രാം ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 72 km/h. അതായത് 1000 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 72 km/h വേഗതയിൽ സഞ്ചരിക്കുകയാണ്. ഈ വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കേണ്ടിയിരിക്കുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 1 by 1 ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. മാസ് നമുക്കറിയാം. മാസ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. വസ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, ഇതിനെന്തായാലും മാറി, നിശ്ചലാവസ്ഥയിൽ മാറി. അപ്പോൾ ഇതിൻ്റെ ആദ്യ പ്രവേഗം യു ആണ് 72 km/h. നമുക്കതിന് എന്താക്കി മാറ്റണം? മീറ്റർ/സെക്കൻഡ് ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 72 ഇൻറ്റു എത്ര കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, 18നെയും ഇതിനെയും കട്ട് ചെയ്യാൻ പറ്റും. 4 തവണ പോവും, ഇവിടെ ഒരു തവണ. 4 × 5 സമയം എത്ര കിട്ടും? 20 മീറ്റർ/സെക്കൻഡ് ആണ് കിട്ടുക. ഇനി ഫൈനൽ വെലോസിറ്റി വി എത്രയാണ്? 0 ആണ്. കാരണം എന്താണ്? അത് നിശ്ചലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരേ ഉള്ളൂ. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? പ്രവൃത്തി കാണണം. നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കിൻ്റെ ഒരു ഇക്വേഷനാണ് ഏത്? വർക്ക് ഈസ് ഈക്വൽ ടു ഏതെടുക്കണം? ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. സെറ്റല്ലേ? നേരെ വാല്യൂ കൊടുത്താൽ ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 ഇൻറ്റു വി എത്രയാണ്? വി 0 ആണല്ലേ. സോ 0 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു 1000 ഇൻറ്റു 20 സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണല്ലോ? ഇവിടെ 0 ഉള്ളത് കൊണ്ട് ഈ വാല്യൂ മൊത്തം 0 ഇപ്പോൾ 0 മൈനസ് ഹാഫ് ഇൻറ്റു 1000 ഇൻറ്റു 20 സ്ക്വയർ എത്രയാ? 400 അല്ലേ? 400. സോ നമുക്ക് ലഭിക്കും മൈനസ് ഹാഫ് ഇൻറ്റു 1000 ഇൻറ്റു 400 എത്ര കിട്ടും? 4ഉം എത്ര പൂജ്യം വരും? മൊത്തം 5 പൂജ്യം അല്ലേ? 1 2 3 4 5 പൂജ്യം വരും. അപ്പോൾ നമുക്ക് കിട്ടും മൈനസ് ഹാഫ് ഇൻറ്റു 40,000 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാം? മൈനസ് 20 ഇത്രയും വരും. 20,000 അല്ലേ? 5 പൂജ്യം അല്ലേ? എന്നിട്ടും 5 പൂജ്യം 2 lakh. ക്ലിയർ അല്ലേ? 1 10 100 1000 10,000 മൈനസ് 2 ലക്ഷം ജൂളാണ് നമ്മുടെ വർക്ക് എന്ന് നമുക്കിവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സോ വർക്ക് എനർജി പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ സ്റ്റേ ട്യൂൺ. ഇന്ന് കൃത്യം 7:30 ഞങ്ങൾ വരുന്നുണ്ട്. ഞാനും ശ്രീമത് സാറും ഉണ്ടായിരിക്കും. അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റാക്കി എടുക്കണം. ബൈ.